ദേശീയപാതയുടെ പണി പുരോഗമിക്കുകയാണ്. അപ്പോൾ ഈ പണിയുടെ ഭാഗമായി നിരവധി വാഹനങ്ങൾ, ടോറസ് ലോറികൾ അടക്കമുള്ള വാഹനങ്ങളൊക്കെ ഈ പണിയുടെ ഭാഗമായി ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു ടോറസ് ലോറി പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അതുകൊണ്ട് തന്നെയാണത് ഒരു വാർത്തയായി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ റോഡ് പണിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പല വാഹനങ്ങളുടെയും സൈൻ ബോർഡുകളടക്കം, നമ്പർ പ്ലേറ്റുകളടക്കം കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റുകളും സൈൻ ബോർഡുകളും ഇല്ലാത്ത സാഹചര്യം. ഇപ്പോൾ ഞങ്ങൾ ഉദാഹരണമായി ഈ ഒരു വാഹനം കാണിക്കുന്നെങ്കിലും പല വാഹനങ്ങൾക്കും, അതായത് ഈ റോഡ് പണി, ദേശീയപാതയുടെ പണിയുമായി ബന്ധപ്പെട്ട് ഓടുന്ന പല വാഹനങ്ങൾക്കും ഈ നമ്പർ പ്ലേറ്റുകളോ സൈൻ ബോർഡുകളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വാഹനം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഇരുചക്ര വാഹനത്തിൽ തട്ടിയിട്ട് നിർത്താതെ പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിൽ അപകടമുണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടെത്താൻ ഒരു പക്ഷേ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഇത് ഒരു സർക്കാർ അനുബന്ധമായിട്ടുള്ള ചില ജോലികൾ നടക്കുന്ന, അതിലുപയോഗിക്കുന്ന ഈ വാഹനങ്ങൾ തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പോയി കഴിഞ്ഞാൽ മറ്റുള്ള യാത്രക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള വാഹനം ഉപയോഗിക്കുന്നവർക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ചോദിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു വാഹനങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഈ നമ്പർ പ്ലേറ്റ് അടക്കം സൈൻ ബോർഡുകൾ അടക്കമുള്ള സാധനങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് ഇവർ ശ്രദ്ധിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട RTO ഉദ്യോഗസ്ഥരാകട്ടെ മറ്റ് ഉദ്യോഗസ്ഥരാകട്ടെ അത് കൈവരിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഒരുപക്ഷെ ഒരു അപകടം ഉണ്ടായ ശേഷം അവിടെ കുറെ പ്രസ്താവനകൾ നടത്തിയിട്ടോ ഒരു രോദനം നടത്തിയിട്ടോ അല്ല കാര്യം. ആ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് കൃത്യമായ നിയമങ്ങൾ പാലിച്ച് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിനാണ് കാര്യം എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് കാണിക്കുന്നത്. നമുക്ക് കാണാം ഈ വാഹനത്തിന്റെ ഇരുവശങ്ങളിലും സൈൻ ബോർഡുകൾ, അതായത് ഒരു CF ടെസ്റ്റ് നടത്തുമ്പോൾ പാലിക്കേണ്ട കുറെ നിബന്ധനകളുണ്ട്. അല്ലെങ്കിൽ ഒരു വാഹനത്തിന് ഒരു CF കൊടുക്കുമ്പോൾ അതിനകത്ത് പാലിച്ചിരിക്കേണ്ട പല കാര്യങ്ങളും ഈ CF പരിശോധന കഴിഞ്ഞാൽ പിന്നീട് അതങ്ങോട്ട് പാലിക്കാറില്ല. അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇനി ഈ ഒരു വാഹനം ഐഡന്റിഫൈ ചെയ്യാനുള്ള മറ്റെന്തെങ്കിലും സിഗ്നലുകളുണ്ടോ? ഇനിയിപ്പോ ഈ വാഹനം നമുക്ക് ഒരു പക്ഷേ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ ഇത് ഏതാണ് വാഹനം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വാഹനത്തിന്റെ മുൻഭാഗത്തുള്ള നമ്പർ പ്ലേറ്റിൽ പോയി പരിശോധിക്കേണ്ട അവസ്ഥയാണ്. ഇതിന്റെ വശങ്ങളിലുള്ള നമ്പർ പ്ലേറ്റുകൾ പോലും, അതായത് ഈ വശങ്ങളിൽ രജിസ്ട്രേഷൻ നമ്പർ കാണിക്കണം എന്നുള്ള ആ ഒരു കാര്യം പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.